എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കയ്പ കൊണ്ടാട്ടമാണ്. ഇത് നമുക്കിപ്പോൾ വെയിലുള്ള സമയത്ത് കടയിൽ നിന്നൊക്കെ ആദായത്തിൽ കിട്ടുമ്പോൾ ചെത്തി വെയിലത്തിട്ട് ഉണക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. റംസാൻ മാസത്തിലൊക്കെ നമുക്ക് പൊലച്ചക്ക് നീട്ടി ഇത് പൊരിച്ചെടുത്താൽ ചോറ്റിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ കയ്പക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നല്ലോണം മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച വെള്ളത്തിൽ ഞാൻ ഒരു മണിക്കൂർ 3/4 മണിക്കൂറോളം വെച്ചതാണിത്. എന്നാൽ ഇതിൻ്റെ മുകളിൽ മരുന്നൊക്കെ അടിച്ചത് നല്ലവണ്ണം വൃത്തിയായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നല്ലവണ്ണം കഴുകിയെടുത്ത കയ്പയാണിത്. ഇത് നമുക്കിനി ചെത്തിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഫുള്ളും ചെത്തിയിട്ടെടുക്കണം. ഇത് അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ ഒന്നായിട്ട് മേടിച്ചതാണ്. ഇപ്പം വെയിലുള്ളത് കൊണ്ട് മേടിച്ച് ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം. പക്ഷേ നല്ലോണം ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ളും ചെത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിലരൊക്കെ ഉപ്പും വെള്ളവും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഈ കയ്പയുടെ സത്തൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് ഞാൻ സാധാരണ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടതാണ്. ആവിച്ചെമ്പിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെള്ളം തിളപ്പിച്ച് അതിലിട്ട് കൊടുക്കുന്നത് കാണാം. പിന്നെ ഒന്നും ചെയ്യാതെ വെറും ഉപ്പും മഞ്ഞളും മുളകും പെരക്കി വെയിലത്തിട്ട് ഉണക്കുന്നത് കാണാം. അങ്ങനെ ഉണക്കിയാൽ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണ വെറും ഒരു മഞ്ഞൾ മുളകിൻ്റെ കളറായിട്ട് പിന്നെ ഒന്നിനും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നല്ല ക്ലിയർ വെളിച്ചെണ്ണയായിരിക്കും. ഇത് ഞാൻ പകുതി കയ്പയാണ് ഇത് പെരക്കുന്നത്. ഒന്നായിട്ട് പെരക്കിയാൽ മഞ്ഞൾ മുളകും പിടിക്കലുണ്ടാവില്ല. ഇതൊരു കുറയുണ്ട്. ഉണങ്ങിയാൽ ഒരു പോങ്ങയാണ് ഉണ്ടാകും. അതുകൊണ്ട് ഇത് ഞാൻ പകുതിയും 2 വട്ടയിലാക്കി വെച്ചാണ് ഇത് പകുതിയിലേക്ക് പാർന്ന് ചേർത്തെടുക്കുകയാണ്. നല്ലവണ്ണം കുഴച്ച് ഞാൻ കൈ കൊണ്ട് കുഴച്ച് ചേർത്തെടുക്കുകയാണ്. ഇത് ആദ്യം കുലുക്കി വിടുന്നതാണ്. ഇനി ഞാൻ നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ച് കൊടുക്കും. നല്ലവണ്ണം കുഴച്ച് ചേർത്തെടുക്കുക. എല്ലാവിടെയും മഞ്ഞളും ഉപ്പും എത്തണം. ചിലർ വെറും മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെയിലത്തിടും. അത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തീർത്ത് മുളകിൻ്റെ മഞ്ഞളിൻ്റെ കളറായിരിക്കും. ഇത് ഞാനൊരിക്കൽ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒന്നിനും പറ്റാതെ ആയിപ്പോയി. ഇത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നത് കാണാം. പക്ഷേ ഇതിൻ്റെ എല്ലാം അതിൽ ഇളകിപ്പോകും. നേരം നിങ്ങൾ ചോദിക്കും വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ ഇളവില്ലേന്ന്. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ അത്ര പോവില്ല. വെള്ളത്തിലെല്ലാം ഇളകിയിട്ട് നമ്മൾ പിന്നെ അത് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനിങ്ങനെ ആവിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതധികം വെന്ത് പോകാറ്. ഒന്ന് വാടുകയാണ് ചെയ്യാവും. 1-2 മിനിറ്റ് കഴിയും. ഇത് കുറേ കൂടുതലിട്ടാണ്. അതുകൊണ്ടാണ് 5 മിനിറ്റ്. കുറച്ചാണ് ഇടുന്നുള്ളൂ എങ്കിൽ 1-2 കയ്പയൊക്കെ ഇടുന്നെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ വെന്ത് പോകും. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഇളക്കിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിലേത് വെന്ത് ഉടഞ്ഞു പോകും. ഒന്ന് വാടുകയാണ് ചെയ്യാവും, വേഗരുത്. നല്ലവണ്ണം അടിയിലത് മേലേത് അടിയിലാക്കി കൊടുക്കണം. എന്നിട്ടൊന്നും കൂടി മൂടി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി ഇങ്ങെടുക്കാം. ഒന്ന് വാടുക മാത്രം ചെയ്താൽ മതി. വെന്ത് പോയാൽ ഇത് ഇതായിപ്പോയി. ഇത് നമ്മുടെ കയ്പ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടൊന്നുമില്ല, ഒന്ന് വാടിയിട്ടാണുള്ളൂ. ഇത് നമുക്കിനി കോരിയെടുത്ത് വെയിലത്ത് കൊണ്ടിടാം, ഒന്ന് തണിഞ്ഞിട്ട്. ഇതാണ് കയ്പ ഇറക്കി വെച്ചതാണ്. ഇതിങ്ങനെയാണ് വെന്ത് പോകരുത്, വാടിയിട്ടാണുള്ളൂ. ഇതിനി വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം വറുത്തെടുക്കുന്നത്. നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇത് 3 ദിവസം ഉണക്കിയെടുത്താണ്. 2 ദിവസം കൊണ്ട് ഞാൻ റെഡിയാക്കി. ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നതാണെങ്കിൽ 3 ദിവസം ഉണക്കി വെച്ചാൽ എത്രയും ഉണങ്ങുന്ന അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉണക്കിയെടുത്തൊരു പാത്രത്തിലിട്ട് മൂടി വെക്കുന്നതാണ്. ഒരു ഭരണിയിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ കുടുക്കയിലിട്ട് തുണി കൊണ്ട് കെട്ടി വെക്കാറാണ്. ഇത് നമുക്കിനി വറുത്തെടുത്ത് കാണിക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് വറുത്തെടുക്കുന്നുള്ളൂ. നമുക്ക് ചോറ്റിന് കൂട്ടാൻ ആവശ്യത്തിന് മാത്രം അന്നേരം എടുത്ത് വറുത്തെടുത്താൽ മതി. ബാക്കി നമുക്ക് പാത്രത്തിലിട്ട് നല്ലവണ്ണം അടച്ച് വെക്കാം. എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. റംസാൻ മാസത്തിലൊക്കെ പൊലച്ചക്കൊക്കെ ചോറ്റിന് കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളതാണ്.
ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.